ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതൊരു മെഷീൻ ലേണിംഗ് സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതുപോലെ ഈ സീരീസിൽ ഏതൊരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണെങ്കിൽ പോലും അവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഷീൻ ലേണിംഗ് പഠിക്കാം. ഹെവി ആയിട്ടുള്ള മാത്സ് ഒന്നും ഇല്ലാതെ, അതുപോലെ കൺഫ്യൂഷൻസ് ആയിട്ടുള്ള തിയറീസും ഇല്ലാതെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ വെൽക്കം ടു പാർട്ട് 1 ഓഫ് മെഷീൻ ലേണിംഗ് സീരീസ്. നോർമലി കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിന് റൂൾസ് കൊടുക്കുകയാണ് അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏജ് 18-ൽ കൂടുതലാണെങ്കിൽ അഡൾട്ട് എന്നും, ഏജ് 18-ൽ കുറവാണെങ്കിൽ അഡൾട്ട് അല്ല എന്നും നോർമൽ പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ കൊടുക്കും അല്ലേ? കമ്പ്യൂട്ടർ ഇവിടെ ഒന്നും പഠിക്കൊന്നുമില്ല. നമ്മൾ കൊടുത്ത റൂൾസ് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമുക്ക് കമ്പ്യൂട്ടറിനെ ഒരു ക്യാറ്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം. ഓക്കെ, റൂൾസ് എഴുതിയാൽ അതിന് പറ്റുമോ? പോയിൻ്റ് ഇയേഴ്സ് ഉണ്ടെങ്കിൽ ക്യാറ്റാവും എന്ന് പറയാൻ പറ്റുമോ? ഡോഗ്സിനും പോയിൻ്റ് ഇയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഓക്കെ അല്ല. അതുപോലെ വിസ്കേഴ്സ് ഉണ്ടെങ്കിൽ അത് ക്യാറ്റാവും എന്ന് എപ്പോഴും പറയാൻ പറ്റുമോ? ടൈഗേഴ്സിനും വിസ്കേഴ്സ് ഉണ്ട് അല്ലേ? സോ പെർഫെക്റ്റ് റൂൾസ് എഴുതാനൊന്നും പറ്റില്ല, കാരണം ഇമേജസൊക്കെ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ എന്താവും, റൂൾസ് ഫെയിലാവും. അങ്ങനെ വരുമ്പോൾ മെഷീൻ ലേണിങ്ങിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, റൂൾസ് എഴുതാൻ ശ്രമിക്കുന്നതിന് പകരം കമ്പ്യൂട്ടറിലേക്ക് എക്സാമ്പിൾ കൊടുക്കുകയാണ്. തൗസൻഡ്സ് ഓഫ് ഇമേജസ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് ക്യാറ്റാണ്, അത് ക്യാറ്റല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ കമ്പ്യൂട്ടർ ആ എക്സാമ്പിൾസ് നോക്കി പാറ്റേൺസ് കണ്ടെത്തിയിട്ട് സ്വയം റൂൾസ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് മെഷീൻ ലേണിംഗ്. ഓക്കെ, മെഷീൻ ലേണിംഗ് ഈസ് എ മെത്തേഡ് where computers learn patterns from data and use those patterns to make predictions without being explicitly programmed. ഓക്കെ, മെഷീൻ ലേണിംഗ് എന്നത് ഡാറ്റ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനെ സ്വയം പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അത് വെച്ച് ആ ഒരു പാറ്റേൺസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രഡിക്ഷൻസ് നടത്തുന്നുണ്ട്. ഓക്കെ, ഇവിടെ മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI. ഇന്ന് നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലേ AI ഒരു വലിയ കോൺസെപ്റ്റാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഹ്യൂമനെ പോലെ തിങ്ക് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക, ഇതൊക്കെ AIയുടെ ഗോൾസാണ്. ഇതൊക്കെയാണ് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ML AIയുടെ ഒരു സബ്സെറ്റാണ്. അതായത് AIയുടെ ഉള്ളിലെ ഒരു പാർട്ടാണ് മെഷീൻ ലേണിംഗ്. ഇനി ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക? എക്സാമ്പിൾ, ഒരു ഡോഗ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യം ഉണ്ടാവുമോ? മുമ്പ് ആ കുട്ടി ഒരു ഡോഗിനെ കണ്ടിട്ട് പോലും ഇല്ല. ആൾക്ക് ഡോഗിനെ പറ്റി ഡോഗ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്ക് അതിൻ്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് വെച്ചിട്ട് കാര്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലേ? പിന്നെ എങ്ങനെ ഓരോ എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കുകയാണ്, ഇത് ഡോഗാണ്, അതുപോലെ ഇത് ഡോഗല്ല, അങ്ങനെ എക്സാമ്പിൾസ് കൂടുമ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പാറ്റേൺ പഠിക്കും. മെഷീൻ ലേണിങ്ങിൽ കമ്പ്യൂട്ടർ ചെയ്യുന്നതും ഇത് തന്നെയാണ്, പക്ഷേ ഇവിടെ ഡാറ്റ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനി റിയൽ ലൈഫിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് റെക്കമെൻഡേഷനായിട്ട് വരുന്നത്, നെറ്റ്ഫ്ലിക്സ് മൂവി സജസ്റ്റ് ചെയ്യുന്നത്, ഗൂഗിൾ മാപ്പിൽ ട്രാഫിക് കാണിക്കുന്നത്, അതുപോലെ സ്പാം ഇമെയിൽ ഫിൽട്ടർ, നമുക്ക് ഇമെയിൽ വരുമ്പോൾ സ്പാം ആണോ അതോ ഹാം ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്നത്, അതുപോലെ നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഫേസ് അൺലോക്ക്, ഓൺലൈൻ ഷോപ്പിംഗ് റെക്കമെൻഡേഷൻ, ഇതിലൊക്കെ മെഷീൻ ലേണിങ്ങിൻ്റെ വർക്കിംഗ് ആണ്. ഓക്കെ, അടുത്തത് വൈ മെഷീൻ ലേണിംഗ് ഇമ്പോർട്ടൻറ്റ്. അത് പറയുമ്പോൾ നമുക്ക് മറ്റൊന്നിൻ്റെയും സഹായം ഇല്ലാതെ എത്രത്തോളം ഡാറ്റനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് എത്രത്തോളം ഡാറ്റാസ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു മാക്സിമം എത്ര ഡാറ്റാസിന് എനിക്ക് ഒരൊറ്റ നോട്ടത്തിൽ എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു 100 ഡാറ്റാസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പറ്റുമായിരിക്കും അല്ലേ? 500 ആയാലോ? ഓക്കെ, 1000 ആയാലോ? പോസിബിൾ അല്ല അല്ലേ? പക്ഷേ മെഷീന് മില്യൺസ് ഓഫ് ഡാറ്റ സെക്കൻഡുകൾ കൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റുന്ന കാര്യമാണോ അത്? അല്ലല്ലേ? നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് മെഷീന് ഒരു സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി പാർട്ട് കാര്യങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഡാറ്റ ക്യാൻഡർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടെ ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.